ഇന്നത്തെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1/2 കിലോ കോളിഫ്ലവർ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവല്ല്. ഇതൊന്ന് മിക്സായി കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കൊന്ന് കോരി മാറ്റാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്ട്രെയിനറിലേക്ക് ഇടുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളൊക്കെ എല്ലാത്തിലും നന്നായിട്ടൊന്ന് പറ്റുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ബബിൾസൊക്കെ കുറഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ കോളിഫ്ലവർ കൊണ്ട് തയ്യാറാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.